എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ റംബൂട്ടാൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ ഇന്ന് കായകൾ അത്യാവശ്യം പഴുത്തതൊക്കെ വിളവെടുത്ത് പോവാണ്. നിങ്ങൾക്ക് കാണാം, മുകളിലുള്ളതൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പറിച്ച് കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഈ സൈഡിലേക്ക് എല്ലാം ഈ കളറായി കഴിഞ്ഞപ്പോൾ പറിച്ചു. ഇനി കൂടുതലായിട്ട് അടുത്ത ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും കളറ് റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ പറിക്കും. അതാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം വളരെ കായ കുറവാണ്, കുറേ കൊഴിഞ്ഞു പോയി. അതുപോലെ തന്നെ കുറേ തളിർത്തു പോയ കാരണം കായകൾ കുറവാണ്. അപ്പോൾ ഇതുപോലെ പെട്ടികളിലാക്കിയാണ് കയറി പോകുന്നത്. നമ്മളിത് പറിച്ചു പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അവരാണ് വന്ന് വാങ്ങിക്കുന്നത്. ഇവിടെ ഈ പോലെയൊക്കെ കാണാൻ നമുക്ക് പൂക്കട്ടുണ്ട്. ഇതൊക്കെ പറിക്കാൻ പറ്റിയതാണ്. ഒരു കൊല 1 കിലോത്തോളം വരും. പൊതുവെ കായ കുറവാണ്. എന്നിരുന്നാലും നല്ല രീതിയിൽ ഉള്ളത് നല്ല കൊലയായിട്ട് കിട്ടിയിട്ടുണ്ട്. റംബൂട്ടാൻ നമ്മളുടെ ബയ്യർ വാങ്ങുന്ന സമയത്ത് അവർ 2ആയിട്ട് തിരിക്കും നമ്മളുടെ കായകൾ. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി നല്ല കായ, നല്ല ഫ്ലഷ് ആയിരിക്കും അതിൻ്റെ. അതുപോലെ തന്നെ സെക്കൻഡ് വന്നിട്ട് സെക്കൻഡായിട്ട് എടുക്കുന്ന അതിൻ്റെ പകുതി പൈസ കിട്ടുള്ളൂ. അത് ഇതുപോലത്തെ പേച്ച് കായായിരിക്കും. ഇതിൻ്റെ അകത്ത് കാമ്പ് കുറവായിരിക്കും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം 3 വർഷമൊക്കെ 3-3.5 വർഷമൊക്കെ ആയ തൈകളിൽ ആദ്യമായിട്ട് കായ്ക്കുന്നത്, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യവും ഫസ്റ്റ് ഇയർ അതിൻ്റെ പിറ്റത്തെ പ്രാവശ്യമൊക്കെ ഇതുപോലത്തെ പേച്ച് കായകൾ ഉണ്ടാവും. ഇതാണ് പേച്ച് കായ. ശരിക്കും പരന്നിരിക്കും. ഇതിൻ്റെ അകത്ത് കായ് ഉണ്ടാവില്ല. നമ്മളുടെ ഫ്ലഷ് വളരെ കുറവായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് വേണ്ട, ആകെ ഇത്രയേ ഉണ്ടാവുള്ളൂ. ചിലതിൽ ഇതുപോലും ഉണ്ടാവില്ല. കുരു ഉണ്ടാവില്ല. ചിലതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലതിന് മധുരം ഉണ്ടാവില്ല. ചിലതിന് ഒരു പുളി വെള്ളച്ചുകയായിരിക്കും. ഇത് ശരിക്കും ഒരു 3 വർഷം 4 വർഷമായ ചെടികളിലൊക്കെയാണ് ഇത് കാണുന്നത്. ഒരു 5-6 വർഷം നമ്മളുടെ മരം മെച്ചുവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാമ്പ് നല്ല രീതിയിൽ വരും. കായകൾ വലിപ്പം വയ്ക്കും. അല്ലാതെ വേറെ വളത്തിൻ്റെ കുറവോ കാര്യങ്ങളോ കൊണ്ടല്ല. അത് സ്വാഭാവികമായിട്ട് റംബൂട്ടാൻ ചെടികളിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിന് ചെറിയ മധുരമുണ്ട്, ടേസ്റ്റ് കുറവാണ്. ഇതാണ് ശരിക്കും നല്ലൊരു റംബൂട്ടാൻ പഴം. ഇതിൻ്റെ ഫ്ലഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുള്ളായിട്ടുണ്ടാവും. വേണ്ട, ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ള ഫ്ലഷായിരിക്കും. ഇത് N18 ഒരു ഫ്രൂട്ടാണ്. ഇതാണ് നമ്മൾ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ വെക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മധുരം ഒക്കെ ഉണ്ടാവും. നല്ല മധുര. ഇത്രയും മഴ പെയ്തിട്ടും ഇതിന് മധുരമുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഈ തോടിൻ്റെ മുകളിൽ നിന്ന് അകത്തേക്ക് വെള്ളം കയറില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ N18 പ്രത്യേകത കുരു നമ്മൾക്ക് സെപ്പറേറ്റ് കിട്ടും. നമ്മളുടെ നാടൻ ഇനമാണെങ്കിൽ അത് വന്നിട്ട് കുരുമ നിറച്ചും ഫ്ലഷ് പിടിക്കും. നമുക്ക് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റില്ല. അതൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരെ ഗുഡ് ബൈ.